السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. إنما يعمر مساجد الله من آمن بالله واليوم الآخر وأقام الصلاة وآتى الزكاة ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയോടുകൂടി ജീവിക്കുവാൻ സദാ പരിശ്രമിച്ചുകൊണ്ടിരിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവം വസിയ്യത്ത് നൽകുകയാണ്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമാവലികളെ യഥാവിധി കാത്തുസൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അതേ രീതിയിൽ ഈ ലോകത്തോട് വിട പറയുകയും സജ്ജനങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഇടം നൽകപ്പെടുകയും ചെയ്യുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ഖുതുബയിലൂടെ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രദേശങ്ങളാണ് പള്ളികളെന്നും ആ പള്ളികളുടെ ശ്രേഷ്ഠതയും അതിൽ വരുന്നവരുടെ മഹത്വവും നമ്മളെല്ലാം മനസ്സിലാക്കുകയുണ്ടായി. അതോടനുബന്ധമായി കൊണ്ടുള്ള ഏതാനും ചില കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് പുറപ്പെടുമ്പോൾ മറ്റേതെങ്കിലും സ്ഥലങ്ങളിലേക്ക് പോകുന്നതിനേക്കാൾ അപ്പുറം വളരെയേറെ തയ്യാറെടുപ്പുണ്ടായിരിക്കണം എന്നതാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അവിടുന്ന് പറയുകയുണ്ടായി, മൻ തതഖറ ഫീ ബൈതിഹി സുമ്മ മശാ ഇലാ ബൈതിൻ മിൻ ബുയൂത്തില്ലാഹ് ലിയഖ്ദിയ ഫരീദതൻ മിൻ ഫറായിദില്ലാഹ് കാനത് ഖുത്വതാഹു ഇഹ്ദാഹുമാ തഹുത്തു ഖതീഅ വൽ ഉഖ്റ തർഫഉ ദറജ. റവാഹു മുസ്ലിം റഹിമഹുല്ലാഹ്. ആരെങ്കിലും തന്റെ വീട്ടിൽ നിന്ന് തന്നെ ശുദ്ധീകരണം നിർവഹിച്ചു കഴിഞ്ഞാൽ പള്ളിയിലേക്ക് പോകുമ്പോൾ, ജമാഅത്തിന് പുറപ്പെടുമ്പോൾ, ജുമുഅക്ക് പുറപ്പെടുമ്പോൾ വീട്ടിൽ വെച്ച് തന്നെ വുളൂ ചെയ്യലാണ് അതിന്റെ പരിപൂർണമായ പ്രതിഫലത്തിന് ആവശ്യമായിട്ടുള്ളത്.
അതാണ് ആരെങ്കിലും വീട്ടിൽ വെച്ച് തന്നെ വുളൂ നിർവഹിച്ചാൽ. സുമ്മ മശാ ഇലാ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ്, അല്ലാഹുവിന്റെ ഭവനങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഭവനത്തിലേക്ക് പിന്നീട് നടന്നു പോയാൽ, ലിയഖ്ദിയ ഫരീളതൻ മിൻ ഫറായിദില്ലാഹ്, അല്ലാഹു അവന്റെ മേൽ നിർബന്ധമാക്കിയിട്ടുള്ള ഫർദ് നമസ്കാരങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടി അങ്ങനെ ഒരാൾ പുറപ്പെട്ടു കഴിഞ്ഞാൽ, കാനത്ത് ഖുത്വതാഹു, അവന്റെ രണ്ട് കാലടികളിൽ, ഇഹ്ദാഹുമാ, ഒരു കാലടി തഹുത്തു ഖതിയ, മാനുഷികമായി അവനിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറിയ ചെറിയ ദോഷങ്ങൾക്ക് പരിഹാരമാണ്. വല്ലുഖറാ തർഫഉ ദറജ, രണ്ടാമത്തെ കാലടി അല്ലാഹുവിങ്കലേക്കുള്ള അവന്റെ ദറജ, അല്ലാഹുവിങ്കലേക്കുള്ള അടുപ്പത്തെ ഉയർത്തി ഉയർത്തി കൊണ്ടുവരുന്നതാണ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ജമാഅത്ത് നമസ്കാരം നിർവഹിക്കുവാൻ വേണ്ടി അല്ലാഹുവിന്റെ പള്ളികളിലേക്ക് പോകുമ്പോൾ വീട്ടിൽ വെച്ച് തന്നെ നമുക്കതിന്റെ പ്രതിഫലം തുടങ്ങുകയായി എന്നതാണ്. ജമാഅത്ത് നമസ്കാരത്തിന്റെ 27 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്നതിന്റെ മുന്നോടിയായി പറയപ്പെട്ട നിബന്ധനകളിലും അതല്ലെങ്കിൽ മര്യാദകളിലും ഇതേ കാര്യം പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ അതാ ബാങ്ക് കേട്ടയുടൻ നമസ്കാരത്തിന് വേണ്ടിയുള്ള ഒരുക്കം, അങ്ങനെ പരിപൂർണമായ നിലക്ക് വുളൂ ചെയ്യുകയും വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിന്റെ പ്രകാശത്തെ ചോദിക്കണം പള്ളിയിലേക്ക് പോകുമ്പോൾ. നമ്മുടെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുന്നതിന്റെ പുറമെ അല്ലാഹുവിന്റെ പള്ളിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നിസ്കാരത്തിന് ഇറങ്ങുമ്പോൾ പടച്ച റബ്ബിനോട് നമ്മൾ പ്രകാശത്തെ ചോദിക്കണം. അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറാ വഫീ ലിസാനി നൂറാ വഫീ സംഇ നൂറാ വഫീ ബസരി നൂറാ. എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും അല്ലാഹുവിനോട് പ്രകാശത്തിന് വേണ്ടിയുള്ള തേട്ടമാണ് അതിലുള്ളത്. അല്ലാഹുവേ, എന്റെ ഹൃദയത്തിൽ നീ പ്രകാശം ചൊരിയണേ, കണ്ണുകളിൽ പ്രകാശം തരണേ, കാതുകളിൽ പ്രകാശം തരണേ, മുന്നിലും പിന്നിലും ഇടത്തും വലത്തും പ്രകാശം തരണേ, മുകളിൽ നിന്ന് പ്രകാശം ചൊരിയണേ. അതുപോലെ തന്നെ വമിൻ തഹ്തി നൂറാ, എന്റെ അടിഭാഗത്തു നിന്നും എനിക്ക് പ്രകാശം തരണേ. അവസാനം അല്ലാഹുമ്മ അഅ്തിനി നൂറാ, എല്ലാ അർത്ഥത്തിലും അല്ലാഹുവേ നീ എനിക്ക് പ്രകാശം തരണം. ഹിദായത്താകുന്ന പ്രകാശമാണ് അല്ലാഹു. നൂറുസ് സമാവാതി വൽ അർദ്, അല്ലാഹു ആകാശഭൂമികളുടെ പ്രകാശമാണ്. മാനവരാശിയുടെ ഹൃത്തടങ്ങളെ ഇരുട്ടുകളിൽ നിന്ന് മോചിപ്പിക്കുന്ന പ്രകാശധാരയാണ് അവന്റെ പ്രകാശം. ആ പ്രകാശം ലഭിക്കപ്പെട്ടവർ വിജയിച്ചവരാണ്. ഹൃദയത്തിൽ പ്രകാശം ചുരത്തിക്കഴിഞ്ഞാൽ അവിടെ പിന്നെ ഇരുട്ടുകൾക്ക് സ്ഥാനമില്ല. അന്ധകാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, ഖുറാഫാത്തുകൾ, ശിർക്കുകൾ, ബിദ്അത്തുകൾ, ഹസദ്, കിബർ, അതുപോലെ തന്നെ എല്ലാ രൂപത്തിലുള്ള എല്ലാ പാപങ്ങളുടെയും കേന്ദ്രങ്ങളാണല്ലോ മനുഷ്യന്റെ മനസ്സ്. ആ മനസ്സുകൾ ഇത്തരത്തിലുള്ള ഇരുട്ടുകൾ കൊണ്ട് നിബിഡമാകുമ്പോൾ അല്ലാഹുവേ, എന്റെ ഹൃദയത്തിന് നീ പ്രകാശം തന്നുകൊണ്ട് അനുഗ്രഹിക്കണം. എന്റെ മുന്നിലും പിന്നിലും ഇടത്തും വലത്തും എന്റെ നാക്കിലെ കണ്ണിലും എന്റെ കാതിലും എന്നിൽ മുഴുവനും നീ എനിക്ക് പ്രകാശം തരണേ എന്ന് ആത്മാർത്ഥമായി ചോദിച്ചുകൊണ്ടാണ് പ്രിയമുള്ളവരെ ദൈവീക ഭവനമായ മസ്ജിദുകളിലേക്ക് പുറപ്പെടേണ്ടത്. നോക്കൂ നിങ്ങൾ, ആ ഒരുക്കം തന്നെയും അല്ലാഹുവിന്റെ പള്ളിയിലേക്കുള്ള അവന്റെ ഹിദായത്തിന് വേണ്ടിയുള്ള പടച്ച റബ്ബിന്റെ സ്വർഗലോകത്തിന് വേണ്ടിയുള്ള ആ വലിയ പ്രയാണത്തിന്റെ തുടക്കം തന്നെയും പ്രകാശത്തെ ആത്മാർത്ഥമായി ചോദിച്ചുകൊണ്ടായിരിക്കണം നാം ഏവരും പുറപ്പെടേണ്ടത്. കണ്ണിന്റെയും കാതിന്റെയും ഒക്കെ പ്രകാശം എന്തെന്ന് നമുക്കറിയാം. വഴിയാണ്, പള്ളിയിലേക്കുള്ള വഴിയാണ്, എവിടേക്കുള്ള വഴിയാണെങ്കിലും അതെ, അരുതാത്തത് നോക്കാൻ എന്റെ കണ്ണിന് തോന്നരുത്, പ്രകാശം വേണം. ഇരുട്ടുള്ള കണ്ണുകളാണ് ഹറാമ് നോക്കുക, ഇരുട്ടുള്ള കാതുകളാണ് ഹറാമ് ശ്രദ്ധിക്കുക, ഇരുട്ടുള്ള നാവാണ് ഹറാമ് പറയുക. എന്റെ നാവിലും എന്റെ കണ്ണിലും എന്റെ കാതിലും എന്റെ ഖൽബിലും എല്ലായിടത്തും എനിക്ക് പ്രകാശം നീ ചൊരിഞ്ഞു തരണം. എന്തൊരു വലിയ ഗുണവത്തായ പ്രാർത്ഥന! അതെ, തഖ്വയിൽ അധിഷ്ഠിതമായ നിലക്കുള്ള മനസ്സിനെ മുമ്പേ തയ്യാറാക്കി മെരുക്കി ഒരുക്കിയെടുക്കുന്ന ഏറ്റവും വലിയ പ്രയാണമാണ് അല്ലാഹുവിന്റെ ഭവനത്തിലേക്കുള്ള യാത്ര എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കിയിട്ട് വേണം പുറപ്പെടാൻ. അങ്ങനെ പുറപ്പെട്ട് നമ്മൾ നടന്നു നീങ്ങുമ്പോൾ ഓരോ രൂപത്തിലുള്ള കാലടികളും എത്ര കാലടികൾ വെക്കുന്നുവോ അതിന്റെ കണക്കനുസരിച്ചുകൊണ്ട്
അള്ളാഹുവിങ്കലേക്കുള്ള നമ്മുടെ പദവി ഇങ്ങനെ ഉയർന്നു വരികയാണ്. നമ്മിൽ സംഭവിച്ച മാനുഷികമായ നിലക്കുള്ള ചെറിയ ചെറിയ ദോഷങ്ങൾ, തൗബ ആവശ്യമില്ലാത്ത വൻപാപങ്ങൾ തൗബയോടുകൂടിയല്ലാതെ അള്ളാഹു പൊറുക്കുകയില്ല. ചെറിയ ചെറിയ ദോഷങ്ങൾ നമ്മൾ അറിയാതെ ആയിരക്കണക്കിന് ദിനേന സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ. ആ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ ദോഷങ്ങൾക്കത് പരിഹാരമാണ് നമ്മുടെ പള്ളിയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നടത്തം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ കരുതുന്നവർക്കേ ഇതിന്റെ പുണ്യം കിട്ടൂ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം. വെറുതെ അങ്ങ് നടന്നു പോവുകയല്ല, എനിക്കിതിന്റെ ഒക്കെ പുണ്യം കിട്ടണം ഓരോ കാലടി വെക്കുമ്പോഴും. അതുകൊണ്ടാണ് ഓരോ കാലടി വെക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ കാലടി വെക്കുമ്പോൾ ശ്രദ്ധിച്ച് കാലടി വെക്കണം, ഓടിപ്പോകേണ്ടതില്ല, ധൃതി കൂട്ടരുത്. അലൈക്കും ബിൽ വഖാരി വസ്സകീന, വളരെ ശാന്തഗംഭീരമായ നടത്തം, ശാന്തമായ നടത്തം, അള്ളാഹുവിന്റെ മുമ്പിലേക്കുള്ള പോക്കാണ്. ആ നിലക്ക് ശ്രദ്ധിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതെ, പോകുമ്പോൾ നല്ല വസ്ത്രം ധരിക്കാൻ, സുഗന്ധം ഉപയോഗിക്കാൻ. നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞു, മണമുണ്ടാക്കുന്ന ദുർഗന്ധമുണ്ടാക്കുന്ന ഒന്നും നമ്മിലുണ്ടാകരുത്. നാം കാരണം നമസ്കാരക്കാർക്കൊരു വിഷമമുണ്ടാകരുത്. അതുപോലെ നമ്മുടെ വസ്ത്രം ഏറ്റവും നല്ല ശുചിത്വമുള്ളതായിരിക്കണം. കഴിഞ്ഞ ഖുത്ബയിൽ നിങ്ങൾ ഒരു ആയത്ത് കേട്ടു, യാ ബനി ആദം ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്. ആ ഇൻദ കുല്ലി മസ്ജിദ് എന്നിടത്ത് അധിക മുഫസ്സിരീങ്ങളും പറഞ്ഞത് ഇൻദ കുല്ലി സ്വലാഹ്, ഇൻദ കുല്ലി സ്വലാഹ്. എല്ലാ നിസ്കാരത്തിന്റെ സന്ദർഭത്തിലും നല്ല അലങ്കാരത്തോടെ നിസ്കരിക്കാനാ പറയുന്നത്. ഏത് നിസ്കാരമാണെങ്കിലും, അത് ഫർളാണെങ്കിലും സുന്നത്താണെങ്കിലും, വീട്ടിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും എവിടെയാണെങ്കിലും പ്രിയമുള്ളവരെ, പലരും അത് ഫജ്റിനാണെങ്കിലും ളുഹ്റിനാണെങ്കിലും ഒരുപോലെയാണ്. ഇതിനാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. പലരും ഫജ്റിന് പള്ളിയിൽ വരുന്നത് ഉറങ്ങുമ്പോൾ ധരിക്കുന്ന വസ്ത്രവും ധരിച്ചുകൊണ്ടാണ്. ഉറങ്ങുമ്പോൾ ഉടുക്കുന്ന വസ്ത്രവും ധരിച്ചുകൊണ്ട് ഫജ്റിന് പള്ളിയിലെത്തുന്നവരുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ വെച്ച് നിസ്കരിക്കുകയാണെങ്കിൽ വെറും ഒരു ഉടുമുണ്ടും അതുപോലെ തന്നെ ഒരു പക്ഷേ തോർത്തുമുണ്ടും ഒക്കെ ധരിച്ചുകൊണ്ടും നമ്മൾ പലപ്പോഴും നമസ്കരിക്കാറുണ്ട്. നാം മനസ്സിലാക്കുക, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു, മഹാനവറുകളുടെ മൗലയായ നാഫിഉ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഒറ്റക്ക് വീട്ടിൽ വെച്ച് നിസ്കരിക്കുമ്പോ, സുന്നത്ത് നിസ്കരിക്കുമ്പോ അദ്ദേഹം ഒരൊറ്റ മുണ്ടെടുത്ത് നിസ്കരിക്കുകയാണ്. ഔറത്താണ് മറച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ജമാനനായ അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, അലം മക്സുക സൗബൈൻ, നിനക്ക് ഞാൻ 2 വസ്ത്രം തന്നിട്ടില്ലേ? 2 വസ്ത്രം ഇല്ലേ നിനക്ക്? ഖാല ബലാ, ഉണ്ട്. അന്നേരം അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, അഫ അൻത തഖ്റുജു ഇല സൂഖ് ഫീ സൗബിൻ വാഹിദിൻ, ഈ വസ്ത്രം എടുത്തിട്ട് നീ മാർക്കറ്റിൽ പോകുവോ? ഇക്കോലത്തിൽ നീ മാർക്കറ്റിലേക്ക് ഇറങ്ങുമോ? ഇക്കോലത്തിൽ നീ ആരെങ്കിലും നിന്നെ കാണാൻ വരുന്നുവെങ്കിൽ അവരുടെ മുമ്പിലേക്ക് നീ പ്രകടമാകുമോ? ഖാലല്ല, ഇല്ല. അന്നേരം അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു ഉപദേശിച്ചു, എങ്കിൽ ഫല്ലാഹു അഹഖു അൻ യതജമ്മല ലഹ്, അല്ലാഹുവിന് വേണ്ടി നന്നായി ഒരുങ്ങണം. അള്ളാന്റെ മുമ്പിൽ, സൃഷ്ടികളുടെ മുമ്പിൽ നീ പോകാൻ നിനക്ക് താല്പര്യമില്ലാത്ത വസ്ത്രങ്ങൾ എടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുകയോ? നമ്മൾ പലപ്പോഴും പള്ളിയിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്, എന്നാൽ വീട്ടിൽ വെച്ചൊക്കെ നിസ്കരിക്കുമ്പോൾ നമ്മുടെ ഒക്കെ പതിവാണ് പലപ്പോഴും എന്ത് ചെയ്യാറില്ല, ആ പള്ളിയിലേക്ക് പോകുമ്പോഴുള്ള ഒരു അലങ്കാരം അണിയാറില്ല. അത് നമ്മൾ സൂക്ഷിക്കണം എന്നാണ് മഹാന്മാരായ സ്വഹാബിമാരൊക്കെ ഇതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ നമസ്കാരത്തിന് നിൽക്കുമ്പോൾ നല്ല രൂപത്തിലുള്ള വസ്ത്രം, ഒരൊറ്റമുണ്ടല്ല, ചുമൽ മറക്കാതെ നമസ്കരിക്കുന്നത് കറാഹത്താണെന്നും ഹറാമാണെന്നും അഭിപ്രായപ്പെട്ടവരുണ്ട്. ചുമൽ മറയുന്ന വസ്ത്രമുണ്ടായിരിക്കണം. അതേ അവസരത്തിൽ തലമറക്കുന്നത് പ്രത്യേകമായി നിസ്കാരത്തിൽ കൽപ്പിക്കപ്പെട്ട ഒരു കാര്യവുമല്ല എന്ന് സാദർഭികമായി ഉണർത്തുകയാണ്. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ വീണ്ടും അതിന്റെ പ്രത്യേകമായ കാര്യങ്ങളെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ഇദാ സുവിബ ലിസ്സലാ ഫലാ തഅതൂഹാ വഅൻതും തസ്ഊൻ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ പള്ളികളിലേക്കുള്ള ആ പ്രയാണം നിങ്ങൾ വളരെ ശാന്തഗംഭീരമായിരിക്കണം എന്ന് പറഞ്ഞല്ലോ. ഫഅതൂഹാ വഅലൈക്കുമുസ് സകീന, നിങ്ങൾ വളരെ ശാന്തരായി പോകണം, ഓടിപ്പോകരുത്. ഫമാ അദറക്തും ഫസല്ലൂ, നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ നിസ്കരിക്കുക. ജമാഅത്ത് നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ റക്അത്ത് നഷ്ടപ്പെടുമോ എന്ന് വിചാരിച്ച് പള്ളിയിലേക്ക് ഓടിപ്പോകരുത്. വമാ ഫാതകും ഫാതിമു, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നിങ്ങൾ പൂർത്തീകരിച്ച് പിന്നീട് എടുക്കുക. ഫഇന്ന അഹദകും, നിങ്ങളിൽ ഒരാൾ ഇദാ കാന യഅമുദു ഇലസ്സലാ ഫഹുവ ഫീ സ്വലാ, നിസ്കാരത്തിന് വേണ്ടി ഉന്നം വെച്ചുള്ള പോക്ക് തന്നെയും നമസ്കാരമാകുന്നു. അതിൽ വളരെ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ പള്ളിയിലേക്ക്, അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് നിസ്കാരത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പോക്കിൽ പോലും ഫഹുവ ഫീ സ്വലാഹ്, അവൻ നമസ്കാരത്തിലാണ്.
അപ്പോൾ അതിന് ഭംഗം വരുന്ന നിലക്കുള്ള അപമര്യാദകൾ പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എത്രത്തോളം വിരലുകൾ കോർത്തു പിടിക്കുന്നത്, പള്ളിയിലെത്തിയാലും പള്ളിയിലേക്ക് പുറപ്പെടുമ്പോഴും വിരലുകൾ കോർത്തു പിടിക്കുന്നത്, കൈകൾ കെട്ടിക്കൊണ്ട് നടക്കുന്നത് ഒക്കെയും കറാഹത്താണെന്നാണ് ഇസ്ലാമികമായി പ്രവാചകന്റെ അധ്യാപനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇദാ തവല്ലഅഹദുകും ഫഅഹ്സന വുളൂഅഹു ثم خرج عامدا الى المسجد فلا يشبكن يديه فانه في صلاه. അവൻ നിസ്കാരത്തിൽ തന്നെയാണ് അവിടെയും പറയാണ്. ആ രൂപത്തിൽ പ്രത്യേകമായ ചില ഏതെല്ലാം മരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെയും മാറ്റി നിർത്തിക്കൊണ്ട് വളരെ ബഹുമാനാദരവോടുകൂടി പടച്ചറബിന്റെ മുന്നിലേക്ക് ഞാൻ പോവുകയാണെന്ന വലിയ കരുത്തോടുകൂടിയാണ് മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെ പള്ളിയിലെത്തിക്കഴിഞ്ഞാൽ പള്ളിയിലേക്കുള്ള പ്രവേശനം ഇസ്ലാം പറയുന്നു. അതേ മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പ്രവാചക ചര്യകൾ കണ്ടും കേട്ടും മനസ്സിലാക്കിയ പ്രവാചകന്റെ വീട്ടിൽ അവിടുത്തെ 10 വർഷത്തോളം ഭൃത്യനും വേലക്കാരനുമായിരുന്ന മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, മിനസ് സുന്നഹ്, സുന്നത്തിൽപ്പെട്ടതാണ്, ഇദാ ദഖൽതൽ മസ്ജിദ, നീ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നതായാൽ അൻ തബ്ദഅ ബിരിജ്ലിക്കൽ യുംനാ, വലത്തെ കാലുകൊണ്ട് പ്രവേശിക്കണം, വലത്തെ കാലുകൊണ്ട് ആരംഭിക്കണം. വൈദാ ഖറജ്ത അൻ തബ്ദഅ ബിരിജ്ലിക്കൽ യുസ്റാ, പുറത്തിറങ്ങുമ്പോൾ നിന്റെ ഇടത് കാലാണ് നീ മുന്നോട്ട് വെക്കേണ്ടത്. ഇതൊക്കെ നമുക്കറിയാം, അറിയാത്ത ആളുകളല്ല നാം ഒന്നും. പക്ഷേ എത്ര പേരത് പ്രായോഗിക രംഗത്ത് കാത്തു സൂക്ഷിക്കുന്നു എന്നത് വളരെയേറെ ശ്രദ്ധിക്കണമെന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങളോടും ഉണർത്തുകയാണ്. അങ്ങനെ അല്ലാഹുവിന്റെ പള്ളിയിൽ വലത് കാല് വെച്ച് പ്രവേശിച്ചു കഴിഞ്ഞാൽ പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ ചില ദിക്റുകളുണ്ട്. അതിന് ഏറ്റവും ചെറിയ രൂപം അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക്, അല്ലാഹുവേ നിന്റെ കാരുണ്യത്തിന്റെ കവാടം നീ എനിക്ക് മുമ്പിൽ മലർക്കെ തുറന്നു തരണമേ. അള്ളാഹുവിനോടുള്ള കാരുണ്യത്തിനുള്ള തേട്ടമാണ്. കാരുണ്യത്തിന്റെ ഭവനമായ കരുണാനിധിയുടെ ദർബാറിലേക്കുള്ള അവന്റെ പ്രവേശന സമയത്ത് അതെ അല്ലാഹുവേ നിന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങൾ നീ എന്റെ മുമ്പിൽ തുറക്കണം. ഇതൊക്കെ അർത്ഥറിഞ്ഞ് പറയണം പ്രിയമുള്ളവരെ, അർത്ഥമറിഞ്ഞ് ചൊല്ലണം. അത് ശ്രദ്ധിക്കണം, അത് ചോദിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഏറ്റവും ചെറിയ രൂപം അതാണെങ്കിൽ ഇനി മറ്റൊരു രൂപമുണ്ട്. ബിസ്മില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക്. കുറച്ചുകൂടി വിശദമായ വേറെ രൂപമുണ്ട്. ബിസ്മിയും ചൊല്ലുന്നതിന് മുമ്പ് അഊദു ബില്ലാഹിൽ അളീം വബിവജ്ഹിഹിൽ കരീം വബിസുൽത്താനിഹിൽ ഖദീം മിനശ് ശൈത്താനിർ റജീം എന്ന് പറഞ്ഞു പിന്നെ ബിസ്മില്ലാഹ് വസ്സലാത്തു വസ്സലാം ഇങ്ങനെ രൂപത്തിൽ പല രൂപത്തിൽ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രീതിയിൽ ദിക്റുകളും ദുആകളും വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എല്ലാം കൂടി ഒരു സമയത്ത് ചൊല്ലല്ല, പല സമയത്ത് പല രൂപത്തിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്ത രീതിയിൽ ദിക്റുകൾ പഠിപ്പിച്ച് തന്നിടത്തൊക്കെയുള്ള നിയമമാണിത്, എല്ലായിടത്തുമുള്ള നിയമമാണിത്. മരണം വരെ ഞാനൊരു ദിക്ർ പഠിച്ചു വെച്ചു അതേ ഞാൻ പറയൂ എന്നുള്ള സാക്ഷ്യം ഉണ്ടാവരുത്. നബിതങ്ങളുടെ വാചകങ്ങളിൽ എന്തൊക്കെ വന്നോ അതൊക്കെ നമ്മുടെ ജീവിതത്തിലും പലവട്ടം ഇങ്ങനെ വരണം. അതുകൊണ്ട് ഒരിക്കൽ ഇങ്ങനെ, മറ്റൊരിക്കൽ പ്രവേശിക്കുമ്പോ ഇങ്ങനെ, വേറൊരിക്കൽ പ്രവേശിക്കുമ്പോ ഇങ്ങനെ. അതിനെന്ത് വേണം? എല്ലാം അറിയണം, എല്ലാം പഠിച്ചിരിക്കണം. നമ്മൾ ഈ ഒന്നുമ്മ തന്നെ ദുശ്ശാഠ്യം പിടിക്കണേ, നമുക്കൊരു ദുശ്ശാഠ്യം ഉണ്ടായിട്ടൊന്നുമല്ല, രണ്ടാമത്തെയും മൂന്നാമത്തെയും രൂപ അറിയൂല, അതാണ് പ്രശ്നം. അതുകൊണ്ടൊന്ന് പഠിക്കണം, അതിനെക്കുറിച്ച് അറിയണമെന്ന് എന്നോടും നിങ്ങളോടും ഗൗരവത്തോടുകൂടെ ഉണർത്തുകയാണ് സഹോദരങ്ങളെ. അതുപോലെ തന്നെ അതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പള്ളിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നീ ഇടം തേടേണ്ടത് ഏറ്റവും മുമ്പിലുള്ള സഫിലാണ്. ഒന്നാം സഫ് തിരയണം. ഫാനുള്ള ഇടം എവിടെ? AC-യുടെ കാറ്റ് കിട്ടുന്ന സ്ഥലം എവിടെ? ചാരിയിരിക്കാൻ സൗകര്യം എവിടെ? അതുപോലെ തന്നെ പെട്ടെന്ന് പിരിഞ്ഞു പോകാൻ എളുപ്പം എവിടെ? ഇങ്ങനെ പല താല്പര്യങ്ങൾ കൊണ്ട് ആളുകൾ പലയിടത്തും ഇടം നേടാറുണ്ട്. വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, പള്ളിയിലേക്ക് പ്രവേശിച്ചാൽ നീ ആദ്യം നോക്കേണ്ടത് ഒന്നാമത്തെ സഫിൽ അല്പമെങ്കിലും ഇടമുണ്ടോ, അതാണ് പരിശോധിക്കേണ്ടത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലൗ തഅലമൂന മാ ഫിസ് സഫിൽ അവ്വൽ ലൗ തഅലമൂന മാ ഫിസ് സഫിൽ മുഖദ്ദം ലകാനത് ഖുർആ. റവാഹു മുസ്ലിം റഹിമഹുല്ലാഹ്. ആരെങ്കിലും ഒന്നാമത്തെ സഫിൽ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഏറ്റവും മുമ്പിലുള്ള സഫിൽ ഇരിക്കുന്നതിന്റെ പുണ്യം, നിസ്കരിക്കുന്നതിന്റെ പുണ്യം അറിഞ്ഞിരുന്നുവെങ്കിൽ ലകാനത് ഖുർആ, നറുക്കെടുപ്പ് നടത്തേണ്ടി വരുമായിരുന്നു. അവകാശികൾ കൂടുമ്പോഴാണല്ലോ നറുക്കെടുപ്പ് നടത്തേണ്ടി വരിക. അപ്പൊ ധാരാളം ആളുകൾ അതിന് തിരക്കൂട്ടിയിട്ട് അതിന് നറുക്കെടുപ്പ് വേണ്ടി വരുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഇങ്ങോട്ടോ അവിടുന്ന് പറയുന്നത്, അസ്സഫുൽ അവ്വൽ അലാ മിസ്ലി സഫിൽ മലായിക വലൗ തഅലമൂന ഫളീലതഹു ലബ്തദർതുമു. റവാഹു അബൂ ദാവൂദ് റഹിമഹുല്ലാഹ്. ഒന്നാമത്തെ സഫ്
അതേ മലക്കുകളുടെ സഫിന്റെ പുണ്യമാണ്. മലക്കുകളുടെ സഫ് പോലെ ഒന്നാമത്തെ സഫ്. വലൗ തഅലമൂന ഫളീലതഹു, അതിന്റെ ശ്രേഷ്ഠത നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ലബ്തദർതുമൂഹു, വളരെ പെട്ടെന്ന് അതിലേക്ക് ധൃതി കൂട്ടുമായിരുന്നു. എന്താ പറഞ്ഞത്? നേരത്തെ എത്തും പള്ളിയിലേ. വൈകി വന്നിട്ട് ഒന്നാം സഫിൽ ഇരിക്കുന്നവന് കശമ്പ് കൂട്ടൊക്കെ പിന്നെ കലവില കൂട്ടല്ല, നേരത്തെ വരെ. അത് കിട്ടണം എന്നുണ്ടെങ്കിൽ ലബ്തദർതുമൂഹു, നിങ്ങൾ അതിലേക്ക് വളരെ നേരത്തെ ധൃതിപ്പെട്ടു പോകുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മാത്രല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ചില ആളുകൾ ഇങ്ങനെ ഒന്നാമത്തെ സഫിൽ ഇടം കണ്ടിട്ടും എന്തോ ഒരു ലജ്ജ, അങ്ങനെയുണ്ടല്ലോ, മുമ്പിലേക്കാണ് കയറി നിൽക്കാൻ ഒരു മടി. അത് വേറെല്ലോ നിൽക്കട്ടെ, ഒരു പ്രത്യേക വിനയം അവിടെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ മാറി പോകുന്ന ഒരു ലജ്ജാ സ്വഭാവം കണ്ടപ്പോൾ സ്വഹാബിമാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഖദ്ദമു, മുന്നോട്ട് വരൂ, മുന്നോട്ട് വരൂ, ഫഅ്തമ്മൂബി, എന്റെ തൊട്ടടുത്ത് നേരെ നിൽക്കൂ, വൽയഅ്തമ്മ ബിക്കും മൻ ബഅദക്കും, ശേഷം വരുന്നവർ നിങ്ങളുടെ പിന്നിൽ നിൽക്കട്ടെ, നിങ്ങളുടെ ശേഷമുള്ളവർ നിങ്ങളെ തുടരട്ടെ. ലാ യസാലു ഖൗമുൻ യതഅഖറൂന ഹത്താ യുഅഖിറഹുമുല്ലാഹ്, ജനങ്ങൾ ഇങ്ങനെ നല്ല നല്ല മേഖലകളിൽ നിന്നൊക്കെ എത്ര കണ്ട് പിറകോട്ടടിക്കുന്നുവോ, പടച്ച റബ്ബും അവർക്ക് റഹ്മത്ത് കൊടുക്കുന്ന കാര്യത്തിൽ പിറകോട്ടടിക്കും. അള്ളാന്റെ റഹ്മത്ത് ഉദ്ദേശിച്ചു കൊണ്ടുവരുന്നവരെ, അള്ളാഹുവിന്റെ പുണ്യം ഉദ്ദേശിച്ചു വരുന്നവരെ ഒരിക്കലും കിട്ടുന്ന നല്ല അവസരങ്ങൾ ഉപയോഗപ്പെടുത്താതെ മാറിപ്പോകരുത്. പടച്ച റബ്ബും നമുക്ക് റഹ്മത്ത് തരാതെ പിന്നോട്ട് പോയേക്കും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പ്രത്യേകത നമ്മുടെ മനസ്സിൽ ഉണർത്തിയിരിക്കുകയാണ്. അതുപോലെ അള്ളാഹുവിന്റെ ഭവനത്തിൽ കയറിയാൽ ഇദാ ദഖല അഹദുകുമുൽ മസ്ജിദ ഫലാ യജ്ലിസ് ഹത്താ യുസല്ലി റകഅതൈൻ, 2 റകഅത്ത് നിസ്കരിക്കാതെ, തഹിയ്യത്ത് നിസ്കരിക്കാതെ നിങ്ങൾ പള്ളിയിൽ ഇരിക്കരുത്. അപ്പോൾ ഒരാൾ പള്ളിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആദ്യം അവൻ ഏതെങ്കിലും റവാത്തിബ് സുന്നത്തുകൾ ഉണ്ടെങ്കിൽ അത് മതി. ഏതെങ്കിലും റവാത്തിബ് സുന്നത്തുകളുള്ള നിസ്കാരമാണെങ്കിൽ അത് മതി അവന് എന്ന് പറഞ്ഞാൽ പിന്നീട് തഹിയ്യത്ത് എന്ന നിലക്കൊരു പ്രത്യേക നിസ്കാരം ആവശ്യമില്ല. പള്ളിയിൽ ഇരിക്കുന്നതിന്റെ മുമ്പ് 2 റകഅത്ത് നിസ്കരിച്ചിട്ടേ ഇരിക്കാവൂന്ന്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ളുഹറിന്റെ മുമ്പാണ്, വീട്ടിൽ നിന്ന് സുന്നത്ത് നിസ്കരിച്ചിട്ടില്ല, പള്ളിയിലാണ് വന്നത് എങ്കിൽ ആ തഹിയ്യത്തായിട്ട് വേറെയും പിന്നെ റവാത്തിബായിട്ട് വേറെയും ചെയ്യേണ്ടതില്ല. ഇത് തന്നെ ചെയ്താൽ മതി, ഈ റവാത്തിബ് സുന്നത്ത് എടുക്കാൻ. അതുപോലെ ഇപ്പൊ നേരത്തെ വന്നു നോക്കുമ്പോൾ 1 മിനിറ്റേ ഉള്ളൂ, 1 മിനിറ്റ് 2 മിനിറ്റ് കഷ്ടിയേ ഉള്ളൂ, നിസ്കരിക്കാനുള്ള സമയം ഇല്ല, അതിൽ താഴെയാണ് സമയം, ടൈം ആയിട്ടുണ്ട്. നമ്മൾ വേഗം ഇരിക്കാതെ കാത്തു നിൽക്കുക. എന്താ, ആ ഫർള് നിസ്കാരം അതൊരു നിസ്കാരമാണല്ലോ. എന്തായാലും പള്ളിയിൽ ഇരിക്കുന്നതിന്റെ മുമ്പ് 2 റകഅത്ത് നിസ്കരിച്ചോളണം. നിസ്കരിക്കാത്ത നിലക്കുള്ളൊരു ഇരുത്തം വേണ്ട എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തഹിയ്യത്ത് നമസ്കാരത്തിന്റെ പ്രാധാന്യവും നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞ നാം പള്ളികളിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സഫുകൾ നിങ്ങൾ ശരിപ്പെടുത്തണം. സഫുകൾ ശരിയായി നിൽക്കണം. എത്ര പറഞ്ഞാലും മാറ്റം വരാത്തൊരു പ്രത്യേകമായൊരു കാര്യമാണത്. ഇവിടങ്ങളിലൊക്കെ പലപ്പോഴും മാറ്റം വന്നിട്ടുണ്ടെങ്കിലും ഇത്രത്തോളം ഉത്ബോധനം നടക്കുന്ന കേന്ദ്രങ്ങളിൽ പോലും പലപ്പോഴും ആളുകൾക്ക് മടിയാണ്. തൊട്ടടുത്ത് നിൽക്കുന്ന സഹോദരന്റെ കാലുമായി ഒന്ന് ചേർത്ത് നിൽക്കുന്നത്, കറണ്ടടിക്കുന്നതോടുകൂടി മനുഷ്യൻ അത്രത്തോളം ഒരു വെറുപ്പോടെ പെട്ടെന്ന് കാലുവലിക്കുന്നത് കാണാം. ചുമലുമായി മുട്ടിയിരുമ്മി നിൽക്കുന്നതിന്റെ പ്രാധാന്യം, അതെ, മടമ്പുകാലുകളാണ് ഒപ്പിച്ച് നിൽക്കേണ്ടത്. നമ്മൾ ശ്രദ്ധിക്കണം. സ്വഹാബിമാര് അവരുടെ കഅബയിൽ ഓരോരുത്തരുടെയും നെരിയാനിയുടെ എല്ലുകൾ മറ്റൊരാളുടെ എല്ലുമായി ചേർത്ത് വരികയാണ്. മുൻകാല് നോക്കിയിട്ടല്ല. മുൻകാല് ഓരോരുത്തർക്കും ചിലർക്ക് നീളം കൂടുതൽ, ചിലർക്ക് കുറവ്. അപ്പൊ അതിനൊപ്പിച്ച് നിന്നാൽ ചിലപ്പോ സഫ് വളയും. അതുകൊണ്ട് മടമ്പുകാല് അതൊപ്പിച്ച് വളരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലതുസവ്വന്ന സുഫൂഫക്കും, നിങ്ങളുടെ അണികൾ നിങ്ങൾ ശരിപ്പെടുത്തുക തന്നെ വേണം. അണികൾ നിങ്ങൾ ശരിപ്പെടുത്തണം എന്നല്ല, ലതുസവ്വുന, നിങ്ങൾ ശരിപ്പെടുത്തുക തന്നെ വേണം. സുഫൂഫക്കും, നിങ്ങളുടെ അണികളെ. ഔല യുഖാലിഫന്ന അല്ലാഹു ബൈന വുജൂഹിക്കും, ഇല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാകും. കണ്ടോ, മനുഷ്യർക്കിടയിൽ നല്ല ചേർന്ന് നിൽക്കുന്ന സഫിൽ നിൽക്കുമ്പോൾ തന്നെ എന്താ ഒരു ഐക്യം, എന്താണ് ഒരു കെട്ടുറപ്പ്, മനസ്സിന് തന്നെ ഒരു വല്ലാത്ത സമാധാനം. നേരെ മറിച്ച് തൊട്ടപ്പുറത്തിലേക്ക് വന്ന് വളഞ്ഞിട്ടാ നിൽക്കണത്, പറഞ്ഞിട്ടും കയറിക്കണില്ലെങ്കിൽ നമ്മളെ നിസ്കാരം തീരോളം നമുക്ക് ആ വിഷമാണ് മനസ്സിൽ. നിസ്കാരം തീരുവോളും ഇവൻ ചെപ്പ് ശരിയാക്കിയില്ലോ, ഇവന്റെ കൂടെയല്ലേ നിൽക്കേണ്ടി വന്നത്, കേൾക്കുന്നില്ലല്ലോ എന്ന ഒരു മാനസികമായ ഒരു അവസ്ഥ നമ്മുടെ മനസ്സിലുണ്ടാകും. മനസ്സിൽ ദുഷിച്ച ചിന്തകൾ, വേണ്ടാത്ത രൂപത്തിലുള്ള ഛിദ്രമായ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാൻ ഇടയാകും. അതുകൊണ്ട് യോജിച്ച് നിൽക്കണം. അതിനെല്ലാവർക്കും ആ അറിവ് വേണം. ഈ അറിവില്ലാത്ത ആളുകൾ അറിയാത്തതിന്റെ ശത്രുക്കളാണ് എന്നൊരു പഴമൊഴിയുണ്ട്. അതറിയാത്തവർ അതിനെതിരെ ശക്തമായി പ്രതികരിക്കും. ചില ആൾക്കാരൊക്കെ എന്റെ കാല് മുറിയായി എന്നൊക്കെ പരിഹസിക്കലുണ്ട്. എന്റെ കാല് മുറിയായി അവന്റെ അടുത്ത് നിന്നിട്ട്
എന്തേ കാരണം? എന്റെ കാലും വരെ അവൻ കയറ്റി വെച്ചിട്ട് എന്റെ കാലും വരെ മുറിയായി എന്നൊക്കെ പരിഹസിക്കും ഇങ്ങനെ സഫ് അടുത്ത് നിൽക്കുന്നതിനെ സംബന്ധിച്ച്. ആലോചിച്ച് നോക്കണം പ്രിയമുള്ളവരെ, പരിഹാസം ആരിലേക്കാണ് ചെന്നുമുട്ടുന്നത്? ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞത്, നിങ്ങൾ നേരെ നിൽക്കണം, സഫുകൾ നിങ്ങൾ ശരിപ്പെടുത്തുക, വഹാദു ബൈനൽ മനാകിബ്, ചുമലുകൾക്കിടയിൽ നിങ്ങൾ ചേർന്ന് നിൽക്കണം, വസദ്ദുൽ ഖലൽ, വിടവുകൾ നികത്തണം, വലാ തദറു ഫുർജാതിൽ ലിശൈത്താൻ, ശൈത്താനുള്ള വിടവുകൾ ബാക്കിയാക്കരുത്, ഇടയ്ക്ക് വിടവുകൾ ഉണ്ടാകരുത്. വമൻ വസല സഫൻ വസലഹുല്ലാഹ്, ആര് സഫുകൾ ശരിയാക്കിയോ, ആര് സഫുകൾ ചേർത്തുവോ, വസലഹുല്ലാഹ്, അല്ലാഹു അവനോടും ബന്ധം ചേർക്കും. വമൻ ഖതഅ സഫ, ആരെങ്കിലും സഫുകൾക്കിടയിൽ വിടവുണ്ടാക്കി അത് മുറിച്ചു കളഞ്ഞാൽ, ഖതഅഹുല്ലാഹ്, അള്ളാഹു അവനോടും ബന്ധം മുറിക്കും. പള്ളികളിൽ, ഈ പള്ളിയിൽ അള്ളാഹുവിന്റെ തൗഫീഖോട് കണ്ടില്ലേ, മനോഹരമായ ഈ മസ്ജിദിൽ ഒരു തൂണുകളില്ല. തൂണുകൾ ഇടയ്ക്ക് വരുന്ന പള്ളികളില്ലേ, ധാരാളം പള്ളികൾ, മിക്ക പള്ളികളിലും അങ്ങനെയാണ്, ഇടയ്ക്ക് തൂണുകൾ ഉണ്ടാവും. അങ്ങനെ തൂണുകൾക്കിടയിൽ സഫ് കെട്ടരുത് പ്രിയമുള്ളവരെ, മനസ്സിലാക്കിയിരിക്കണം. പല ആളുകൾക്കും അത് അറിഞ്ഞുകൂടാ. തൂണുകൾ വരുമ്പോൾ ആ തൂണുകൾ മാറ്റിയിട്ട് വേണം. നമ്മുടെ സഫ് മുറിയാണ്. ചില സമയങ്ങളിൽ ഇപ്പൊ ജുമാക്ക് അതുപോലെ തന്നെ പള്ളി നിറയെ ആളുകൾ പങ്കെടുക്കുന്ന ഒരു സ്ഥലമാണ്. സ്ഥല സൗകര്യം ഇല്ലെങ്കിൽ പിന്നെ അവിടെ ഇളവുണ്ട്. അപ്പൊ പിന്നെ തൂണുകൾക്കിടയിലൊക്കെ നമ്മൾ നിൽക്കുക. അതല്ല, പള്ളിയിൽ ഇഷ്ടംപോലെ സ്ഥലം ബാക്കിയാണ്, അത്രയൊക്കെ ആളുകൾ ജമാഅത്തിന് ഉണ്ടാകാറുള്ളൂ, പള്ളിയിൽ ഉൾക്കൊള്ളാവുന്നത്ര സൗകര്യമുണ്ട് എങ്കിൽ സഫുകൾക്കിടയിൽ ആ സഫ്, തൂണുള്ള സഫാണ്, മാറ്റിവെക്കണം. അതുപോലെ സുജൂദ് ചെയ്യാനുള്ള ഇടമില്ലാത്തത്ര നിലക്കാണ് അടുത്ത സഫെങ്കിലും അതും മാറ്റി നിൽക്കണം. എന്നിട്ട് ഇടയ്ക്ക് വിടവില്ലാതെ ഇവിടെ ഒരു നിൽക്കുണ്ടാവും, രണ്ടാൾക്ക് നിൽക്കേണ്ട സ്ഥലം, തൂണിന്റെ സ്ഥലം കഴിച്ച് അവിടുന്ന് അങ്ങോട്ട് പിന്നെ വേറെ സഫ്, ഒരു മൂന്നാമത്തെ തൂണുണ്ടെങ്കിൽ അവിടുന്ന് അങ്ങോട്ട് വേറെ സഫ്. എത്ര സഫാ പ്രിയമുള്ളവരെ? അത് പ്രവാചകന്റെ സഹാബിമാർ വളരെയേറെ ശ്രദ്ധിക്കാറുള്ള വിഷയമായിരുന്നു എന്ന് നമ്മൾ എല്ലാവരും വളരെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കണം. അവിടുന്ന് വളരെ കൃത്യമായി തന്നെ ഈ കാര്യങ്ങളൊക്കെ നമ്മെ ഉണർത്തിയത് നമുക്ക് ആ നമസ്കാരത്തിന്റെ പരിപൂർണമായ പ്രതിഫലം നമുക്ക് കിട്ടുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഭവനങ്ങളിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, പുറപ്പെടുമ്പോഴും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. സർവശക്തനായ റബ്ബ് യഥാർത്ഥത്തിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ എല്ലാ അർത്ഥങ്ങളിലുമുള്ള പ്രവാചകന്റെ ആ ചര്യകളെ ജീവിതത്തിൽ അനുധാവനം ചെയ്തുകൊണ്ട് പുണ്യം നേടി സ്വർഗം ലഭിക്കുവാൻ തൗഫീഖ് നൽകപ്പെടുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവേ, സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. സർവശക്തൻ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമസ്കാരം കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രാധാന്യപൂർവ്വം പറഞ്ഞ കാര്യമാണ് നമസ്കാരത്തിന്റെ ശേഷമുള്ള ദിക്റുകളും അതുപോലെ തന്നെ തസ്ബീഹുകളുമൊക്കെ നിർവഹിക്കുക എന്നുള്ളത്. നമസ്കാരം കഴിഞ്ഞാൽ പലപ്പോഴും അവിടെ ഇരുന്നു കൊണ്ട് ദുആകളും ദിക്റുകളും നിർവഹിക്കുന്നതിന് പലപ്പോഴും നമ്മുടെ മനസ്സിൽ ശൈത്താൻ തടസ്സം സൃഷ്ടിക്കാറുണ്ട്. നമസ്കാരത്തിന്റെ ശേഷം ഇമാമ് തിരിഞ്ഞിരുന്നു കൊണ്ട് ഉറക്കെ പ്രാർത്ഥിക്കുകയും കേൾക്കുന്ന മഅ്മൂമീങ്ങൾ ആമീൻ പറയുകയും ചെയ്യുന്ന നമസ്കാര ശേഷമുള്ള കൂട്ടപ്രാർത്ഥന എന്ന് പറയുന്ന സമ്പ്രദായം പ്രവാചകചര്യയിൽ ഒരിക്കലും കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് അതൊരിക്കലും നാം ചെയ്യേണ്ടതോ പുണ്യമുള്ളതോ അല്ല. അതേ അവസരത്തിൽ നിസ്കരിച്ച അതേ സ്ഥാനത്ത് തന്നെ എത്രത്തോളം നമുക്ക് ഇരിക്കാൻ കഴിയും അത്രത്തോളം പുണ്യമാണ്. നിസ്കരിച്ച അതേ സ്ഥലത്ത് ദുആകളിലും ദിക്റുകളിലുമായി ഇരിക്കുന്നത്, നിസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് കുറച്ചു നേരം കാത്തിരിക്കുന്നത്, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയ്ക്ക് നമ്മൾ ആ സമയമാണല്ലോ നിസ്കാരത്തിന് കാത്തിരിക്കുക. ആ സമയത്ത് ബാങ്കിന്റെ ഇഖാമത്തിന്റെ ഇടയ്ക്കൊക്കെ ഉള്ള പ്രാർത്ഥന മുസ്തജാബ്, പ്രത്യേകം ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന നേരമാണ്. പ്രാർത്ഥനയ്ക്ക് ഉപയോഗപ്പെടുത്തേണ്ട സമയമാണ് നിസ്കാരത്തെ കാത്തിരിക്കുന്ന നേരം. ബാങ്ക് കൊടുത്ത് ഇഖാമത്ത് വിളിച്ചിട്ടില്ല, അതിന്റെ ഇടയ്ക്കുള്ള ആ സമയം ദുആ ചെയ്യാനും ദിക്റുകൾ ചൊല്ലാനും ഖുർആൻ ഓതാനും എല്ലാ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗപ്പെടുത്തേണ്ട സമയം. നിസ്കാരം കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹ് 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 അല്ലാഹുമ്മ അൻതസ്സലാമു മിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം എന്ന് പറയുന്നത്ര സമയമേ ഇമാമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച അതേ രൂപത്തിൽ ഖിബിലയിലേക്ക് തിരിഞ്ഞിരുന്നിട്ടുള്ളൂ. അത് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ജനങ്ങളിലേക്ക് തിരിയും. ഓരോരുത്തരും ദിക്റുകളും ദുആകളും നിർവഹിക്കുക. മനസ്സിൽ ഇബ്ലീസ് തോന്നിപ്പിക്കും, ദേ പെട്ടെന്ന് ഇറങ്ങിക്കോ,
പെട്ടെന്ന് ഇറങ്ങിക്കോ. എന്താ മൂപ്പര ഉദ്ദേശം? നിങ്ങളൊരു 33 സുബ്ഹാനല്ലാഹ് പറയുന്നത് മൂപ്പർക്ക് വലിയ വെറുപ്പാ, അൽഹംദുലില്ലാഹ് പറയുന്നത് വെറുപ്പാ, അല്ലാഹു അക്ബർ പറയുന്നത് വെറുപ്പാണ്, ദുആകൾ പറയുന്നത് ദിക്റുകൾ ചൊല്ലുന്നത് വെറുപ്പാണ്. അതുകൊണ്ട് ശൈത്താൻ എന്ത് ചെയ്യും? നിസ്കാരം കഴിഞ്ഞാൽ വേഗം തോന്നിപ്പിക്കും, ഇറങ്ങിക്കോ. എന്നിട്ടോ നമ്മളെ ഇറങ്ങി പള്ളിന്റെ പുറത്ത് ഇങ്ങനെ ചിരിയിൽ നോക്കി നിൽക്കും. തിരക്കില്ല, പിന്നെ തിരക്കില്ലല്ലോ. പള്ളിയിൽ നാ നിസ്കാരം കഴിഞ്ഞ് അവിടെ ഇരിക്കുമ്പോ എന്താ ശൈത്താന്റെ തോന്നിപ്പിക്കല്? ഡ്യൂട്ടി ആയില്ലേ, സമയമില്ലേ, വാഹനം വരാനായില്ലേ, ഭക്ഷണം കഴിക്കണ്ടേ, പുറത്തിറങ്ങണ്ടേ, പേപ്പർ നോക്കണ്ടേ, TV കാണണ്ടേ, എന്തൊക്കെയാ മനസ്സിൽ ചിന്ത? ഒന്നുമില്ല. അവിടെ നിന്നാണ് ഇറങ്ങി പുറത്തിറങ്ങിയ ശൈത്താൻ പിന്നെ പണിയൊന്നുമില്ല, പിന്നെ എങ്ങനെ വെറുതെ വായിൽ നോക്കി നിൽക്കുക. ശൈത്താന് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിസ്കാരം കഴിഞ്ഞാൽ ശാന്തഗംഭീരമായി അവിടെ ഇരുന്നു കൊണ്ട് ദിക്റുകൾ നിർവഹിക്കുക, വളരെ ഗൗരവത്തോടെ. സുബ്ഹാനല്ലാഹ് എന്താ പറയുന്നത്? എന്റെ റബ്ബിനെ കുറിച്ച് ആരൊക്കെ എന്തൊക്കെ പറയുന്നു, ആ എല്ലാ ന്യൂനതകളിൽ നിന്നും എന്റെ റബ്ബ് പരിശുദ്ധനാണ്, അവനെ ഞാൻ വാഴ്ത്തുന്നു, അവനെ ഞാൻ പരിശുദ്ധപ്പെടുത്തുന്നു. അൽഹംദുലില്ലാഹ്, ജീവിതത്തിൽ മുഴുവൻ എനിക്ക് തീർത്താലും എണ്ണിയാലും തീരാത്ത അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ നാഥ, സർവസ്തുതിയും അവനാണ്. അൽഹംദുലില്ലാഹ്, എനിക്കെന്റെ ജീവിതത്തിൽ എന്തിനേക്കാളും വലുത് എന്റെ റബ്ബാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അതൊക്കെ മനസ്സറിഞ്ഞുകൊണ്ട് ചൊല്ലുമ്പോൾ അതാ ഒരു പ്രത്യേകമായ രൂപത്തിൽ അങ്ങനെ എത്രത്തോളം അവിടെ ഇരിക്കുന്നോ അത്രത്തോളം മലക്കുകൾ പറയും, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുമ്മ റഹംഹു, അല്ലാഹുമ്മ തുബ് അലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, അള്ളാഹിന്റെ മലക്കുകൾ ഉണ്ടല്ലോ പള്ളിയിൽ, അവരിങ്ങനെ നിസ്കാരത്തെ കാത്തിരിക്കുന്നവനാണെങ്കിലും കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നവനാണെങ്കിലും ഉളു മുറിയാത്തിടത്തോളം കാലം ഈ ഇരിക്കുന്നയാൾക്ക് വേണ്ടി മലക്കുകൾ അള്ളാഹിനോട് പറയും, അല്ലാഹുവേ ദേഹത്തിന് പുറത്തു കൊടുക്കണേ, അല്ലാഹുവേ ദേഹത്തോട് കരുണ ചെയ്യണേ, അല്ലാഹുവേ ദേഹത്തിന്റെ തൗബ സ്വീകരിക്കണേ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അതൊക്കെ കാത്തു സൂക്ഷിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആ നിലക്ക് പള്ളികളിൽ നാം കഴിയുക. അതേ പള്ളിയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഇടത്തേ കാല് വെച്ചുകൊണ്ട് അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളലിക്, അല്ലാഹുവേ നിന്റെ കാരുണ്യത്തിൽ നിന്ന് നിന്റെ ഔദാര്യത്തിൽ നിന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നു. അവിടെയും ബിസ്മില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളലിക് എന്ന് വളരെ അർത്ഥഗർഭമായി നമ്മുടെ മനസ്സിലത് കരുതിക്കൊണ്ട് തന്നെ ചിന്തിച്ചുകൊണ്ട് തന്നെ നമ്മളത് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഭവനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക. വീട്ടിൽ തിരിച്ചെത്തുമ്പോഴുള്ള കാലടികൾക്കും വരുമ്പോഴുള്ള കാലടികൾക്കുള്ള പുണ്യമുണ്ടെന്ന് മറക്കാതിരിക്കുക. ആ ഗൗരവത്തോടെ ശാന്തഗംഭീരമായി തന്നെ മടങ്ങിപ്പോവുക. സർവശക്തൻ അവന്റെ ഭവനങ്ങളിൽ വന്നുകൊണ്ട് റഹ്മത്ത് നേടുന്ന, ഫضل നേടുന്ന, മഗ്ഫിറത്ത് നേടുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പാപങ്ങളും അവൻ പുറത്തു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അസഹ്യമായ വേദനകളിൽ നിന്ന് അവൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അല്ലാഹു സന്തോഷത്തിലാക്കുമാറാകട്ടെ. നമ്മയും അവരെയും അവന്റെ സ്വർഗ്ഗലോകത്ത് അവൻ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذلك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم ارحم شيوخ الإمارات الذين انتقلوا إلى رحمتك. اللهم وفق ولاة أمورنا لما تحبه وترضاه. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. اللهم أدم على دولة الإمارات الأمن والأمان وعلى سائر بلاد المسلمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.